السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الرحمن الرحيم. الحمد لله الذي لا تحيط به مدارك العدة ولا تتقيد بحياته الأبدية الأزلية طوال المدة، وهو الذي خلق السماوات والأرض والشمس والقمر والليل والنهار والشجر والدواب وأمر بعبادته فلا نجد من عبادته بدا، فأحمده وحده وأشكر على نعماته شكرا يفوق الشاكرين أبدا، وأستزيده من الفضل والكرم والعطية لما أن كل حمد يشعر على وجوب الحمد تارة أخرى، وأشهد أن لا إله إلا الله وحده لا شريك له شهادة متلألئة الأنوار علية ومتعلقة الأزهار وفية، وأشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم المبعوث بالآيات الثنية والمعجزات الرقية والاعتقادات السمحة الثنية، وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم وصدق وبلغ رسوله الكريم، ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ ആഴ്ച തന്നെ മൈക്ക് ശരിയില്ലാത്ത ഒരാഴ്ചയാണെന്ന് തോന്നുന്നു. തുടർച്ചയായി 5 ദിവസമായി മൈക്കിൻ്റെ കാര്യത്തിൽ വളരെ പ്രയാസമാണ്. ഏതായാലും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, നാടൊന്നല്ലല്ലോ അല്ലേ. നമ്മുടെ നാടാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നടക്കും. പക്ഷേ ഇത് ഇവിടെയുള്ള സൗകര്യങ്ങളെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഏതായാലും അല്ലാഹു നമ്മൾക്ക് ആഫിയത്തും ഖൈറും ഒക്കെ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നാടുനീളെ ലോകത്തിൻ്റെ മുഖമൂലകളിൽ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ബാംഗ്ലൂരിലുള്ള നല്ലവരായ ഒരു കൂട്ടം ചെറുപ്പക്കാരും സംഘാടകരും കൂടി വളരെ മനോഹരമായ രീതിയിൽ അല്ലാഹുവിൻ്റെ ഹബീബിനെ പുകഴ്ത്താനും ഹബീബിൻ്റെ പേരിൽ
മദ്ഹുകൾ പറയാനും പാടിപ്പുകഴ്ത്താനും ഒരുമിച്ച് കൂടിയത് തന്നെ ഈമാനിന്റെ കണിക നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ എല്ലാ ആളുകളുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റി തരുമാറാകട്ടെ. കുറച്ച് ഉഷാറായിട്ട് പോയോ? സൗണ്ട് കുറച്ചും തോന്നുന്നുണ്ട്. കുറച്ചും ഇതോ അല്ലാഹു തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും ബിസിനസ്സിലും ഭാര്യ മക്കളിലും അല്ലാഹു ബറകത്തും നിഅമത്തും ചൊരിഞ്ഞു തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന്, പല രീതിയിലുള്ള തെറ്റുകൾ പല രീതിയിലാണ് അല്ലാഹു പുറത്തു തരുന്നത്. ചില ദോഷങ്ങൾ പുറത്തു തരണമെങ്കിൽ അത് അല്ലാഹുവിനോട് തൗബ ചെയ്യുക തന്നെ വേണമെന്ന്. ചില ദോഷങ്ങൾ ഒരു തൗബയോ ഒരു ദുആയോ ഇല്ലാതെ അല്ലാഹു വെറുതെ നമ്മൾക്ക് പുറത്തു തരും. അങ്ങനെയുമുണ്ട് ചില ദോഷങ്ങൾ. എന്നാൽ ചില ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരണമെങ്കിൽ അൽഹമ്മു ബിൽ മഈശ, ജോലിയുമായി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ചില കഷ്ടപ്പാടുകൾ, ചില യാതനകൾ, നാട്ടിൽ നിന്ന് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങളെ പോറ്റുവാനും നോക്കുവാനും ഒക്കെ നാട്ടിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് ഇങ്ങോട്ട് കടന്നു വന്ന നമ്മൾ അൽഹമ്മു ബിൽ മഈശ, നമ്മുടെ ജീവിക്കാൻ വേണ്ടിയുള്ള ആ ഒരു കഷ്ടപ്പാടിലൂടെ അല്ലാഹു ഒരുപാട് ദോഷങ്ങൾ നമ്മുടേത് പുറത്തു തരുന്നുണ്ടെന്നാണ്. ചില ദോഷങ്ങൾ അതുകൊണ്ടേ പൊരുത്തപ്പെടുന്നുള്ളൂ. തൗബ ചെയ്താലും ദുആ ചെയ്താലും പൊറുക്കപ്പെടാത്ത ചില ദോഷങ്ങൾ ഇങ്ങനെ അല്ലാഹു ജീവിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരികയാണ്. മറ്റു ചില ദോഷങ്ങൾ ഈ ഒരു സദസ്സിലൂടെ, ഇങ്ങനെയുള്ളൊരു സദസ്സുകളിൽ ഒരുമിച്ച് കൂടലിലൂടെ അല്ലാഹു പുറത്തു തരുന്നുണ്ടെന്നാണ്. സദസ്സാകുമ്പോ ഇവിടെ വന്നിരിക്കണം, ഒക്കെ കുഴപ്പമില്ല, അത് ബുദ്ധിമുട്ടിക്കുകയല്ല. സദസ്സാകുമ്പോ നമ്മൾ സദസ്സിൽ വന്നിരിക്കണമെന്നാണ്. മജ്ലിസുൽ ഇൽമ് എന്ന് പറയുമ്പോ ഇൽമിന്റെ മജ്ലിസ്, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ്, ഇരിക്കുന്ന സ്ഥലം. അപ്പൊ ഇരുന്നിട്ടാ കേൾക്കേണ്ടത്. സൗകര്യം ഉണ്ടെങ്കിൽ ഇരിക്കുകയും വെറുതെ കഷ്ടപ്പെട്ട് നിന്നിട്ട് ബുദ്ധിമുട്ടാവണ്ട. ഏതായാലും രാവിലെ മുതൽ 10 മണി വരെ ജോലിയൊക്കെ എടുത്ത് ഷോപ്പിലേക്ക് ഇരുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് തിരക്കുള്ള ആളുകൾക്ക് പോകുന്നതിലൊന്നും കുഴപ്പമില്ല. എങ്കിലും ഇരുന്ന് എല്ലാവരും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളുടെ സൗകര്യം പോലെ ശ്രദ്ധിക്കുകയും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്വഹീഹായ ഒരു ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എണീറ്റ് പോയിക്കോളൂ, നിങ്ങളുടെ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹു തആല ഒരു സദസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ ദിക്റിന്റെയും ഇൽമിന്റെയും സ്വലാത്തിന്റെയും മൗലീദിന്റെയും ഒക്കെ സദസ്സാണത്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അല്ലാഹുവിന്റെ മാലാഖമാർ ഭൂമിയിൽ വന്നിട്ട് അല്ലാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ പങ്കെടുത്ത് അല്ലാഹുവിന്റെ ആകാശലോകങ്ങളിലേക്ക് പറന്നു പോവുകയാണ്. അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ നിന്ന് വന്ന ആളുകളാണല്ലോ, എന്താണ് എന്റെ അടിമ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒരുപാട് മലായികകൾ. ഇല്ലാ ഹഫ്ഫത്തുഹുൽ മലായിക, ദിക്റിന്റെയോ ഇൽമിന്റെയോ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ മലാക്കമാർ അവരുടെ അനുഗ്രഹീത ചിറകുകൾ കൊണ്ട് നമ്മെ പൊതിയുന്നുവെന്നാണ്. നാളെ ഇവർ സുബഹയുടെ സമയമാകുമ്പോഴേക്കും ആകാശലോകങ്ങളിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, എന്റെ അടിമകൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന്. എന്റെ അടിമകൾ ഭൂമിയിൽ എന്താണ്
ചെയ്യുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത്, യുസബ്ബിഹൂനക, അല്ലാഹുവേ നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നിനക്ക് വേണ്ടി തക്ബീർ ചൊല്ലുന്നുണ്ട്, നിനക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുന്നുണ്ട് റബ്ബേ എന്ന് മലാക്കമാർ നാളെ ആകാശത്തിലെത്തി അല്ലാഹുവിനോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹി മർക്കസല്ലൻ എല്ലാവർക്കും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒന്നും കൂടി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു റബ്ബേ. അൽഹംദുലില്ലാഹ്, നീയല്ല നിനക്ക് ഞാൻ സർവസ്തോത്രങ്ങളും അർപ്പിക്കുന്നു റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീയല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ. അല്ലാഹു അക്ബർ, നീ ഉന്നതനാണ്, നീ വലിയവനാണ് റബ്ബേ എന്നുള്ള ഒരു ദിക്ർ നമ്മൾ ചൊല്ലുമ്പോഴേക്കും അല്ലാഹു തആല നമ്മൾക്ക് വേണ്ടി ആകാശലോകങ്ങളിൽ ഒരു പൂന്തോട്ടം പണിയുമെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരു വൃക്ഷം സ്വർഗ്ഗലോകത്ത് അല്ലാഹു നടുകയാണ്. വൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോഴേക്കും മറ്റൊരു വൃക്ഷം, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്കും വേറെ ഒരു വൃക്ഷം അല്ലാഹു നമ്മൾക്ക് വേണ്ടി പണിയുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടി അല്ലാഹു വൃക്ഷങ്ങളൊക്കെ നട്ടുമുളപ്പിച്ചു, എന്നിട്ട് നമ്മൾ നരകത്തിൽ പോകുമ്പോൾ ഇതിലെന്തെങ്കിലും ഫായതയുണ്ടോ? നമ്മൾക്ക് വേണ്ടി അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരു പൂന്തോട്ടം പണിയും ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ. എന്നിട്ട് നമ്മൾക്ക് വേണ്ടി മരവും പൂന്തോട്ടങ്ങൾ എവിടെയുണ്ട്, നമ്മൾ നരകത്തിലാണ്, അതുകൊണ്ട് നേട്ടമില്ലല്ലോ. അപ്പൊ ഈ ദിക്റുകൾ പെരുപ്പിക്കുന്ന ആളുകൾ നാളെ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലാക്കമാർ നാളെ ആകാശ ലോകത്തെത്തി അല്ലാഹുവിനോട് പറയുന്നതും അങ്ങനെ തന്നെ. അല്ലാഹുവേ നിന്റെ കാര്യത്തിൽ തസ്ബീഹ് ചൊല്ലാനും നിന്നെ പുകഴ്ത്താനും നിനക്ക് വേണ്ടി തക്ബീർ ചൊല്ലാനും നിന്റെ അടിമകൾ അവിടെ മത്സരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, ഇല്ല. അവരെന്താണ് ചോദിക്കുന്നത്? സ്വർഗത്തെയാണ് ചോദിക്കുന്നത്. അവർ സ്വർഗത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, അവർ സ്വർഗം കണ്ടിട്ടില്ല. പെർലത്തുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഇല്ലേ? പെർലത്തുള്ള ആളുകൾ ബന്ധിച്ച് നോക്കട്ടെ, ആരെങ്കിലും ഉണ്ടോ? പെർല സ്വദേശികൾ ആരുമില്ലേ? അവിടെ പോയിട്ട് കുറെ ആളുണ്ടെന്ന് പറഞ്ഞ് ആരും കാണുന്നില്ലല്ലോ, ഒരാളുള്ളൂ. കുറെ ആളുണ്ട്. പെർലയിലൊരു സ്വർഗമുണ്ട്, സ്വർഗം എന്നൊരു സ്ഥലമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ആരുമില്ല. ഏതായാലും സ്വർഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നാളെ ചോദിക്കും. എത്രേ അവര് പറയും, ഇല്ല റബ്ബേ, ഇല്ല. എന്തിൽ നിന്നാണ് അവർ എന്നോട് കാവൽ തേടുന്നത്? അപ്പോഴാണ് അല്ലാഹുവിനോട് പറയുന്നത്, റബ്ബേ നരകത്തിൽ നിന്ന് നിന്റെ അടിമകൾ കാവൽ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, മാലാഖമാരെ അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, ഇല്ല. എന്നെ കാണാതെ, എന്റെ സ്വർഗം കാണാതെ, എന്റെ നരകം കാണാതെ എന്നെ പേടിച്ച് ജീവിക്കുന്ന ആളുകളാണല്ലോ എന്റെ അടിമകൾ. അതുകൊണ്ട് എന്റെ മലക്കുകളെ, അന്നീ ഖദ് ഗഫർതു ലഹും, അവരുടെ സകലമായ തിന്മകളും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, അല്ല റബ്ബേ, അവിടെ ചീരണിക്ക് വേണ്ടി വന്ന ആളുകളാ, അത് കേൾക്കാനോ തസ്ബീഹ് ചൊല്ലാനോ അല്ല. നിങ്ങളൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇന്ന് ചീരണിക്ക് വേണ്ടിയിട്ടൊന്നും ആരും പോകില്ല. കാരണം എന്തേ? എപ്പോഴും ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ലഭിക്കുന്ന സമയമാണ്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ചീരണിക്ക് വേണ്ടിയിട്ടൊക്കെ വേദനും സലാത്തിനൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ മാലാഖമാർ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ നിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടല്ല അവർ സദസ്സിൽ വന്നത്. ഒരു പക്ഷേ സംഘാടകരുടെ നിർബന്ധ ബുദ്ധി കൊണ്ട് വന്ന ആളുകൾ ഉണ്ടാകും. ഇനിയിപ്പോ ഇന്ന് വന്നില്ലെങ്കിൽ നാളെ ഇവരുടെ മുഖം നോക്കണ്ടേ, അല്ലെ? നാളെ ഇവരുടെ മുഖം നോക്കണ്ടേ, അങ്ങനെയൊക്കെ വന്ന ആളുകൾ ഉണ്ടാകും. ഇതൊക്കെ അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു പറയുകയാണ്, യാ മലായികതി, എന്റെ മലക്കുകളെ, എന്റെ മാലാഖമാരെ, അവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടും
ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും. അവരുടെ ഉദ്ദേശം ഞാൻ നോക്കുന്നില്ല, അവരുടെ ലക്ഷ്യം ഞാൻ നോക്കുന്നില്ല. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അല്ലാഹു അമലുകളെ സ്വീകരിക്കുന്നത് നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണല്ലോ. വളരെ പ്രശസ്തമായ ഹദീസാണത്, അല്ലേ? അല്ലാഹു അമലുകളെ സ്വീകരിക്കുന്നത് നിയ്യത്തുകൾ കൊണ്ട് മാത്രമാണ്. അപ്പൊ നിയ്യത്തില്ലാതെ ഒരു അമലും സ്വീകരിക്കില്ല എന്നതും വളരെ സ്വഹീഹായ ഹദീസാണ്. പക്ഷേ ഇൽമിന്റെ സദസ്സുകൾ, ദിക്റിന്റെ സദസ്സുകൾ, ഇവിടെ നമ്മുടെ നിയ്യത്ത് പോലും അല്ലാഹു നോക്കാതെ ഇവിടെ ഇരുന്നത് കാരണം, ഇവിടെ ഒന്ന് വന്നത് കാരണം അല്ലാഹു നമ്മുടെ ചില ദോഷങ്ങൾ പുറത്തു തരുമെന്ന് റസൂലുള്ളാഹ്. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും. ഇവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെട്ടു പോകൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ വിജയികളിൽ പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രവാസികളായ മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടേക്ക് വന്ന് ജോലി ചെയ്യുന്നത് കാരണം അല്ലാഹു നമ്മുടെ ചില ദോഷങ്ങൾ പുറത്തു തരുന്നുണ്ട്. ഇങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ അല്ലാഹു മറ്റു ചില ദോഷങ്ങളെ പുറത്തു തരുന്നുണ്ട്. അല്ലാഹു നമ്മുടെ ചെറുതും വലുതുമായ ദോഷങ്ങളെ പുറത്തു തരുമാറാവട്ടെ. ഇനി വൻദോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അത് തൗബ തന്നെ ചെയ്യണം. ചെറുദോഷങ്ങളെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞത്. ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തെ വെയിറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ അല്ലാഹു ഒരുപാട് ദോഷങ്ങളെ പുറത്തു തരുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടല്ലോ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ ഒരു കഷ്ണമാണ് നമ്മുടെ സദസ്സ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്? ആരെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, അങ്ങേ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. ലോകത്തിന്റെ കാരുണ്യമായിട്ടാ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു പറഞ്ഞേക്കുന്നത്. ലോകത്തിന്ന് വരെ ഒരു പ്രവാചകനെ വലിയ വലിയ രാജ്യങ്ങൾക്ക് പോലും അല്ലാഹു അയച്ചിട്ടില്ല. അമ്പിയാക്കളെ പറഞ്ഞേക്കുന്നത് കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ പ്രവാചകന്മാരായിട്ടാണ്. വഇലാ സമൂദ വഇലാ ആദിൻ വഇലാ, അങ്ങനെ ഓരോ ഗോത്രങ്ങളിലേക്ക് ഓരോ പ്രവാചകന്മാർ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു പറഞ്ഞേക്കുന്നത് ഗോത്രങ്ങളിലേക്കല്ല, കുടുംബങ്ങളിലേക്കല്ല, ഒരു രാജ്യത്തിനല്ല, ഒരു കോണ്ടിനെന്റിനല്ല, ഒരു ഭൂമിക്കല്ല. ആകാശലോകങ്ങളിലുള്ള സകലമാന ചരാചരങ്ങൾക്കും സകലമാന സൃഷ്ടികൾക്കും അല്ലാഹു കാരുണ്യമായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബിനെ പറഞ്ഞേച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് കാരുണ്യമാണ്. നമ്മൾക്ക് വേണ്ടി കരഞ്ഞു പോയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, നമ്മെ ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തുൽ ഫത്ഹ് കഴിഞ്ഞ് സന്തോഷിക്കേണ്ട സമയത്ത് എല്ലാവരും ആഹ്ലാദിക്കുകയാണ്, എല്ലാവരും സന്തോഷിക്കുകയാണ്. അവിടെ എന്താണ് പ്രശ്നം? മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ച മക്കക്കാരായ കിങ്കരന്മാരുടെ അടുത്തേക്ക് 10,000 സൈന്യവുമായി തിരിച്ചു വന്ന് മക്ക കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ഒന്ന് വിരലനക്കിയാൽ ഇവിടെയുള്ള കിങ്കരന്മാരെ കൊന്നു കളയാൻ ഹബീബിന്റെ കഴിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട നാടായിരുന്നുവല്ലോ മക്ക. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മക്കയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ മക്ക, മക്കയെ, മക്കയെ, എനിക്ക് നിന്നോട് താല്പര്യമുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. എന്റെ സമൂഹം എന്നെ ആട്ടി ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിലേക്ക് പോകുമായിരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ടല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഉഹുദ് യുദ്ധത്തിൽ നിങ്ങൾ അനുഭവിച്ചതുപോലെ ഇതിനേക്കാളും വലിയ പീഡനം നിങ്ങൾ സഹിച്ചിട്ടുണ്ടോ? ഉഹുദ് യുദ്ധത്തിലാണ് ഹബീബിന്റെ മുൻപല്ലുകൾ പൊട്ടിപ്പോകുന്നത്. ഹബീബ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുറിവേൽക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പിതൃവ്യനായ ഹംസത്തുൽ ഖറാർ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ പിതൃവ്യന്റെ കരളിനെ പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയത് ഉഹദ് യുദ്ധത്തിലാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയെ മുറിച്ചുകൊണ്ട് വളയായി ഉപയോഗിച്ചത് അതും ഉഹദ് യുദ്ധത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇത് കണ്ടിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട്. ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ല നബിയേ, ഉഹദ് യുദ്ധത്തെക്കാളും വലിയ പ്രയാസം നിങ്ങൾ സഹിച്ചിട്ടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, അതെ ആയിഷ, ഞാൻ സഹിച്ചിട്ടുണ്ട്. എപ്പോഴാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, മക്കയിൽ ഞാൻ എന്റെ കുടുംബക്കാരായ ആളുകളുടെ അടുത്തേക്ക് ത്വായിഫിലേക്ക് പ്രബോധനം ചെയ്യാൻ പോയപ്പോൾ അവരെന്നെ കല്ലെറിഞ്ഞ് ആട്ടി ഓടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കുട്ടികളെ എന്നിലേക്ക് കല്ലെറിയാൻ വേണ്ടി അവർ പറഞ്ഞയച്ചിട്ടുണ്ട്. ഭ്രാന്തന്മാരായ ആളുകളെ കൊണ്ട് കൂക്കി വിളിച്ചിട്ടുണ്ട്. കല്ലേറിന്റെ ശക്തി കൊണ്ട് എന്റെ ശരീരത്തിൽ നിന്ന് രക്തങ്ങൾ ഇങ്ങനെ ഉറ്റി 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 വീഴുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ ഇരുന്നു പോകുമ്പോൾ ഓടി വന്ന് എന്റെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് നടക്കാൻ പറയും. വീണ്ടും നടക്കുമ്പോൾ വീണ്ടും കല്ലെറിയും. അങ്ങനെ ശരീരത്തിൽ നിന്ന് രക്തങ്ങൾ ഇങ്ങനെ ധാരധാരയായി ഒഴുകി ഞാനിങ്ങനെ ക്ഷീണിച്ച് അവശനായിരിക്കുമ്പോഴാണ് ഒരു മാലാഖ കടന്നു വന്നിട്ട് എന്നോട് പറയുന്നത്, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ, ഇവരെ ഞാൻ രണ്ട് പർവ്വതങ്ങൾക്കിടയിലിട്ട് ചതച്ചു കൊള്ളട്ടെ. നോക്കണം, നമ്മൾ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, നബിയെ, അങ്ങേ ലോകത്തിന്റെ കാരുണ്യമായിട്ടാണ് ഞാൻ പറഞ്ഞയച്ചത്. നബി തങ്ങളെ കല്ലെറിയാനും കൊല്ലാനും കൂക്കി വിളിക്കുകയും ഒക്കെ ചെയ്ത ഒരു സമൂഹമാണ്. നടക്കാൻ പോലും കഴിയാതെ വെള്ളം പോലും കൊടുക്കാതെ അവശനായിരിക്കുമ്പോഴാണ് മലക്ക് വരുന്നത്, യാ റസൂലല്ലാഹ്, ഞാൻ ഇവരെ കൊന്നു കളയട്ടെ, നിങ്ങളൊന്ന് സമ്മതിച്ചാൽ മതി എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, വേണ്ട വേണ്ട വേണ്ട, ഇവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ, ഇവരുടെ മക്കളിൽ നിന്ന്, ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതല്ലേ ഞങ്ങൾക്ക് ഉത്തമം. ഇവിടെ നിങ്ങൾ കൊന്നു കളഞ്ഞാൽ ഇവര് നാളെ നരകത്തിലേക്ക് പോവേണ്ടതല്ലേ, ഇവര് നാളെ ആഖിറത്തിൽ സഹിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് കൊന്നു കളയല്ല. ഇവർക്കെങ്ങാനും ബോധം വന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ നാളെ ആഖിറത്തിൽ ഇവർ രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ലോകത്തിനും കുടുംബത്തിനും കാരുണ്യം പഠിപ്പിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മുഅ്മിനീങ്ങളെ കാരുണ്യം. ആ ഹബീബിനെ കുറിച്ചാണല്ലോ അല്ലാഹു പറഞ്ഞത്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയേ, അങ്ങ് ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ എന്ന് പറഞ്ഞത് ആ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചല്ലേ. ഇപ്പൊ നബിദിനം നമ്മൾ ആഘോഷിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഈ ഒരു നബിദിനത്തിന് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം, നമ്മൾ നമ്മുടെ സ്വഭാവം മനോഹരമാക്കണം, സൽസ്വഭാവികളാവണം, നമ്മൾ നല്ല സ്വഭാവക്കാരാവണം, ആരോടും ദേഷ്യപ്പെടാതെ, ആരെയും വെറുപ്പിക്കാതെ, ഇങ്ങോട്ടടിച്ച ആളുകളെ തിരിച്ചങ്ങോട്ട് അടിക്കുകയല്ല വേണ്ടത്, അവർക്ക് പുറത്തു കൊടുത്തേക്ക്. അങ്ങനെ ഒരു സ്വൽസ്വഭാവം നമ്മൾ കുത്തിവെക്കണം. കാരണം ഈ സ്വഭാവമുള്ള ആളുകൾക്ക് നാളെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു മഗ്രിബ് മുതൽ സുബ്ഹി വരെ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ കമാ അഹ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി, അല്ലാഹുവേ, എന്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ കൈകാലുകളൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, ഓടാൻ പറ്റുന്നുണ്ട്, ഒക്കെ പറ്റുന്നുണ്ട് അല്ലേ? അല്ലാഹുവേ, എനിക്ക് നീ ആരോഗ്യം തന്നതുപോലെ, എനിക്ക് നീ സൗന്ദര്യം തന്നതുപോലെ ഫഹസ്സിൻ ഖുലുഖി, എന്റെ
സ്വഭാവത്തെ നീ നന്നാക്കണം എന്ന് ദുആ ചെയ്യുകയാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അല്ലേ, അല്ലാഹു നമ്മൾക്കൊക്കെ എന്ത് സൗന്ദര്യം തന്നു. സൗന്ദര്യം ആപേക്ഷികമാണ്. ചില ആളുകൾ നമ്മളെക്കാൾ സുന്ദരനായ ആളുകളെ നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല. പക്ഷെ നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? നമ്മളെക്കാൾ താഴെയുള്ള ആളുകളെ നോക്കുക. അപ്പൊ അൽഹംദുലില്ലാ, അല്ലാഹു നമ്മൾക്ക് സൗന്ദര്യം തന്നിട്ടുണ്ട്, അല്ലാഹു നമ്മൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ എന്നിട്ട് ദുആ ചെയ്യാം. രാത്രി മുതൽ രാവിലെ വരെ ദുആ ചെയ്തത്, അല്ലാഹുവേ എന്റെ സൃഷ്ടിപ്പിനെ നീ ഭംഗിയാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോഴാണ് ഭാര്യ ചോദിച്ചത്, അല്ല ഭർത്താവേ, നിങ്ങൾ എന്തിനാണ് മഗ്രിബ് മുതൽ സുബ്ഹി വരെ നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്തത് സ്വഭാവത്തെ നന്നാക്കാൻ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, സ്വൽസ്വഭാവികൾക്ക് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളൂ. നമ്മൾക്കൊക്കെ പോണ്ടേ സ്വർഗത്തിലേക്ക്? എന്ത് വേണം? സ്വഭാവം നന്നാക്കണം, നല്ല രീതിയിൽ പെരുമാറണം, മനസ്സിൽ പകയുണ്ടാവരുത്, അസൂയ ഉണ്ടാവരുത്, ദേഷ്യം ഉണ്ടാവരുത്. അല്ലാഹു നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നല്ല സ്വഭാവമാക്കി മാറ്റട്ടെ. എന്റെ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വാളും പിടിച്ച് യുദ്ധത്തിന് പോയത് കൊണ്ടാണോ? അല്ല. പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പ്രവാചകന്റെ സ്വഭാവ സംശുദ്ധി കണ്ടുകൊണ്ടാണ്. നബിയേ, നിങ്ങളിലേക്ക് ആളുകൾ ഓടി വന്നത് നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ടാണ്. നിങ്ങൾക്ക് സ്വഭാവം തന്നത് അത് എന്റെ കാരുണ്യത്തിൽ നിന്നാണ്. നബിയേ, നിങ്ങളുടെ സ്വഭാവം മോശമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരാളും കടന്നു വരൂലായിരുന്നു. സ്വഭാവം നന്നാക്കണം. ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ? സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു എളുപ്പ വഴി, ഒരു ഷോർട്ട് കട്ട് ഹബീബ് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുകയും സ്വൽസ്വഭാവിയാവുകയും ചെയ്താൽ സ്വർഗത്തിലേക്ക് പുഷ്പം പോലെ കടന്നു പോകാമെന്ന് റസൂലുള്ളാഹ്. സഹാബാക്കളൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അൻസാരി കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വർഗക്കാരനെ നിങ്ങൾക്ക് കാണണോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മുഅ്മിനായ ഒരാളെ നിങ്ങൾക്ക് കാണണോ? സഹാബാക്കൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് കാണണം. എല്ലാരും എന്നെ നോക്കണം കേട്ടോ. എല്ലാരും ഇങ്ങോട്ട് നോക്കി. ഞാനിപ്പോ ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോകും. ഇവരൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ കാണാം, ഇനിയും കാണാം. ഞാൻ ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോകുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ല. കുറച്ച് സമയം ഇൻഷാ അല്ലാഹ്. നമുക്ക് വിഷമുണ്ട്, സമയം കുറെ വൈകുന്നുണ്ട്, നിങ്ങൾക്ക് രാവിലെ ജോലിക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിയാം. ഏതായാലും ഇത്ര ദൂരത്ത് നിന്ന് ഇവിടെ വന്നിട്ട് 2 മണിക്കൂറെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ അള്ളാഹ് പൊരുത്തപ്പെടും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കൂടെ? ശ്രദ്ധിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗ്ഗാവകാശിയെ കാണണോ? സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണാൻ ആഗ്രഹമുണ്ടോ? ഉള്ളവരെന്ന് കൈബന്ധിക്കട്ടെ. അങ്ങനെ വർഷനെ ഇപ്പല്ല, അന്നത്തെ കഥ പറഞ്ഞതാ. എന്തായാലും സഹാബാക്കളൊക്കെ നോക്കി. ഒരാളിങ്ങനെ ചെരുപ്പും കയ്യിൽ പിടിച്ച് വുളൂഇന്റെ വെള്ളം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കെ കടന്നു വരുന്നുണ്ട്. 2ാമത്തെ ദിവസവും ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ, സ്വർഗ്ഗാവകാശിയായ ആളെ കാണണോ? കാണണം നബിയേ. 3ാമത്തെ ദിവസവും ചോദിച്ചു, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരാളെ കാണണോ? 3ാമത്തെ ദിവസവും കടന്നു വന്നത്, 1ാമത്തെ ദിവസവും 2ഉം 3നും കടന്നു വന്നത് ഒരേ ഒരു മനുഷ്യനാണ്. അപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുന്നത്? ഇയാളുടെ പ്രവർത്തനം എന്ത്? ഇയാളുടെ അമൽ എന്ത്? എനിക്കും പോകണം സ്വർഗത്തിലേക്ക്. ഇയാൾ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്താൽ എനിക്കും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമല്ലോ. അങ്ങനെ വീട്ടിലേക്ക് പോയി 3 ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. പ്രത്യേകമായ അമലുകളൊന്നും കാണുന്നില്ല. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തത്, ഞാൻ നിങ്ങളുടെ പിന്നാലെ കടന്നു വന്നത്, അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ സ്വർഗ്ഗാവകാശിയാണെന്ന്. എന്താണ് നിങ്ങളുടെ അമല് എന്നറിയാനാണ് ഞാൻ കടന്നു വന്നത്. എനിക്ക്
പ്രത്യേകിച്ച് അമലൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് അയാൾ പറയുന്നത്, അംറ് ഇബ്നുൽ ആസ്, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ വല്ല കാരണമുണ്ടെങ്കിൽ അതെന്റെ സ്വഭാവം കൊണ്ടാണ്. എനിക്കാരോടും പകയില്ല, ആരോടും ദേഷ്യമില്ല, ആരോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും ചൊടിയില്ല, ആരെയും ഞാൻ ഉറപ്പിക്കാറില്ല. ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവെങ്കിൽ അത് എന്റെ സ്വഭാവം കൊണ്ട് മാത്രമാണെന്ന് ആ സ്വഹാബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നാളെ ആഖിറത്തിലെത്തുമ്പോൾ മക്കളെ കൊണ്ടോ സമ്പത്തിനെ കൊണ്ടോ ഒരു നേട്ടം ഉണ്ടാവൂല. സ്വർഗത്തിലേക്ക് കടക്കാൻ ഈ മക്കൾ മോശമായാൽ കാരണമാവൂല. നമ്മൾ സമ്പത്ത് നേടിക്കൊണ്ടുണ്ടാക്കിയ സമ്പത്തുകൾ ഇതും കൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂല. പക്ഷെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധമായ മനസ്സുമായി, പകയില്ലാത്ത ചൊടിയില്ലാത്ത മനസ്സുമായി ആരാണ് അല്ലാഹുവിലേക്ക് പോകുന്നത് അവർക്കാണ് നാളെ സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾക്ക് ഒന്നിങ്ങോട്ട് ആരെങ്കിലും ദേഷ്യപ്പെടുമ്പോ തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടാൻ, ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. വണ്ടി ഒന്ന് ചെറുതായിട്ട് മുട്ടുമ്പോഴേക്കും പുറത്തിറങ്ങി അടിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും നമ്മൾ മുതിരുക. ഒരു കുഴപ്പമില്ല, നമ്മൾ അഫ്വ് ചെയ്യുക. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു മോശത്തരം പെരുമാറുമ്പോ നമ്മളങ്ങോട്ട് പുറത്തു കൊടുക്കുക. അങ്ങനെ പുറത്തു കൊടുക്കുമ്പോഴാ നമ്മുടെ തിന്മകൾ അല്ലാഹു നാളെ പുറത്തു തരുന്നത്. നിങ്ങൾ എല്ലാ ആളുകൾക്കും മാപ്പ് ചെയ്യുവീൻ, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുവീൻ. നിങ്ങൾക്ക് ഇഷ്ടമില്ലേ അല്ലാഹു നിങ്ങളുടെ ദോഷം പുറത്തു തരാൻ, നിങ്ങളുടെ തിന്മകൾ പുറത്തു തരാൻ, നിങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മോട് ആരെങ്കിലും മോശമായി പെരുമാറുമ്പോൾ അവർക്കും പുറത്തു കൊടുത്തേക്ക്. നമ്മുടെ സമ്പത്ത് ഒരാൾ അപഹരിച്ചു കൊണ്ടുപോയി വിട്ട് പുറത്തു കൊടുത്തേക്ക്, ഞാൻ പുറത്തു കൊടുത്തു. അങ്ങനെ പുറത്തു കൊടുക്കുമ്പോഴാ നമ്മുടെ തിന്മകൾ അല്ലാഹു പുറത്തു തരുന്നത്. നബിയേ, അങ്ങയുടെ സ്വഭാവം വല്ലാത്ത സ്വഭാവമാണ് നബിയേ, വല്ലാത്ത സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ. അതുകൊണ്ടാണ് ആളുകൾ താങ്കളെ ഇഷ്ടപ്പെട്ടത് നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ? മൽ ബിർറു യാ റസൂലല്ലാഹ്, നബിയേ, ഈ ബിർറ്, ഗുണം, നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ പറഞ്ഞത് ഹുസ്നുൽ ഖുൽഖ്, നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവം. ഇത് തെറ്റെന്താണ്? അൽ ഇസ്മു മാ ഹാക ഫീ സ്വദ്രിക വകരിഹത അൻ യത്ലിഅ അലൈഹി നാസ്. ആളുകൾ കാണുമോ എന്ന് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിനക്ക് പേടിയുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സിലൊരു അസ്വസ്ഥത, മനസ്സിലൊരു പേടി, അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് ചെയ്യരുത്. നന്മ എന്ന് പറഞ്ഞാൽ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യമാമയിലുള്ള സുമാമ എന്ന് പറയുന്ന ഒരു രാജാവ് അല്ലാഹുവിന്റെ ഹബീബിനെയും സ്വഹാബാക്കളെയും കൊല്ലാൻ വേണ്ടി തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു. ഒരുപാട് സ്വഹാബാക്കൾ കൊന്നിട്ടുണ്ട്. യമാമയുടെ രാജാവാണ് സുമാമ, അവിടെ ഭരിക്കുന്ന ഗവർണറാണ്. അദ്ദേഹം അല്ലാഹുവിന്റെ ഹബീബിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാ അല്ലാഹുവിന്റെ സ്വഹാബാക്കൾ, റസൂലിന്റെ സ്വഹാബാക്കൾ ഈ സുമാമ എന്ന് പറയുന്ന രാജാവിനെ പിടിച്ചുകൊണ്ട് മദീനയുടെ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ടവർ മദീനയുടെ പള്ളിയുടെ പോസ്റ്റിൽ, അതിന്റെ തൂണിൽ ആ സുമാമ എന്ന രാജാവിനെ കെട്ടിയിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. നോക്കുമ്പോൾ ഒരു രാജാവാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആ മനുഷ്യനോട് ചോദിച്ചു, കൈഫ ബിക യാ സുമാമ, സുമാമ സുഖമല്ലേ, എന്തുണ്ട് വിശേഷം? സ്വഹാബാക്കളോട് പറഞ്ഞു, സുമാമയ്ക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ, സുമാമയ്ക്ക് നല്ല പാല് കൊടുക്കാൻ, നല്ല വെള്ളം കൊടുക്കാൻ,
മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ ഹബീബ വഴിയിലൂടെ കടന്നു വരുമ്പോൾ സുമാമ സഹാബാക്കളുടെ കസ്റ്റഡിയിലാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആളാണിത്. ഹബീബ് ചോദിച്ചു, കൈഫ ബിക യാ സുമാമ, സുമാമ ഹൗ ആർ യു, സുഖല്ലേ, എന്തുണ്ട് വിശേഷം? സുമാമ പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്നെ കൊന്നാൽ അത് പ്രശ്നമേയല്ല, കാരണം ഞാൻ ഒരുപാട് സ്വഹാബാക്കളെ കൊന്നിട്ടുണ്ട്. നിങ്ങൾ മാപ്പ് നൽകിയാൽ നിങ്ങൾ അങ്ങ് വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ ഹബീബ വഴിയിലൂടെ കടന്നു വരുന്നുണ്ട്. ചോദിച്ചു, കൈഫ ബിക യാ സുമാമ, സുമാമ എന്തുണ്ട് വിശേഷമെന്ന്. സുമാമക്ക് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാനീയം കൊടുത്തിട്ട് ചോദിക്കുകയാണ്, സുഖമല്ലേ? ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഇല്ല നബിയേ, ഇല്ല. മൂന്നാമത്തെ ദിവസവും ചോദിച്ചു, ഇല്ല നബിയേ, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, സുമാമയെ നിങ്ങൾ കെട്ടഴിച്ച് തിരിച്ചുവിടണേ, സുമാമയൊന്നും ചെയ്യരുത്. നമ്മുടെ സ്വഹാബാക്കളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, എന്നെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും അവസരം കാത്തിരുന്ന ആളാണ്. സുമാമയെ നിങ്ങളൊന്നും ചെയ്യരുതേ, സുമാമയെ നിങ്ങൾ വെറുതെ വിടണേ എന്ന് പറഞ്ഞിട്ട് കെട്ടഴിച്ചു വിടുമ്പോഴേക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ നിന്ന് പോയിട്ട് എവിടെയോ കണ്ട ഏതോ കിണറ്റിൽ നിന്ന് ഉളുവെടുത്ത് കുളിച്ചു വൃത്തിയായി ഹബീബിന്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിയേ, അങ്ങയെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നിട്ടാണ് നബിയോട് പറഞ്ഞത്, നബിയേ, എനിക്ക് മക്കയിൽ പോയി തവാഫ് ചെയ്യണം, കഅബയിൽ പോയി തവാഫ് ചെയ്യണം, ഉംറ ചെയ്യണം നബിയേ. നബി സമ്മതം കൊടുത്തു. മക്കയിൽ പോയി അല്ലാഹുവിന്റെ ഹബീബിനെ ആട്ടിയോടിച്ച മക്കയുടെ നിവാസികൾ വിളിക്കുകയാണ്, യാ മഅ്ശറൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ ദ്രോഹിക്കുകയോ ഹബീബിനെ വേദനിപ്പിക്കുകയോ ചെയ്താൽ യമാമ എന്ന് പറയുന്ന എന്റെ രാജ്യത്തിൽ നിന്ന് ഒരു തുരി ഗോതമ്പ്, ഒരു തുരി ധാന്യം പോലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്റെ ഹബീബിന്റെ സമ്മതമില്ലാതെ. മുശ്രിക്കീങ്ങൾ ആകെ പേടിച്ചു പോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമ്മതമില്ലാതെ മക്കയിലേക്ക് ഇനി ഭക്ഷണം വരില്ല, ഉപരോധം സൃഷ്ടിക്കുകയാണ്. ഇനി എന്താണ് അവരെ കഴിക്കേണ്ടത്? അവർ വന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ, ഏറ്റവും നല്ല ആളാണല്ലോ. സുമാമ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ സുമാമയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, സുമാമ, അങ്ങനെ ചെയ്യരുതേ, അവർക്ക് ഭക്ഷണം നൽകണേ, അവരെ ഉപരോധിക്കരുത്, അവർക്ക് വേണ്ട ധാന്യമണികൾ അയച്ചു കൊടുക്കണമെന്ന്. അങ്ങനെയാണ് സുമാമ അയച്ചു കൊടുക്കുന്നത്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബിയേ, അങ്ങ് വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയേ എന്ന് അല്ലാഹു പറഞ്ഞത് വെറുതെയല്ല. ആ നബിയാണ് പറഞ്ഞു തന്നത്, നാളെ മീസാനിൽ ഏറ്റവും നന്നായി തൂങ്ങുന്ന അമല് അത് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. നല്ല സ്വഭാവമുണ്ടോ, സ്വർഗത്തിലേക്ക് പുഷ്പം പോലെ കടന്നു പോകാം. അതുകൊണ്ട് സ്വഭാവം നമ്മൾ നന്നാക്കണം. വേറൊരു ഹദീസ് നമ്മൾക്ക് അറിയുന്ന സംഭവമാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. പറയാൻ എന്തോരു എളുപ്പമാണത്. സഖീലതാനി ഫിൽ മീസാൻ, നാളെ തുലാസിൽ ഇങ്ങനെ തൂങ്ങുമ്പോൾ, ഈ ഒരു ദിക്ർ തുലാസിലിടുമ്പോൾ തുലാസിന്റെ ഭാരം വർദ്ധിക്കുന്നുണ്ട്. സഖീലതാനി ഫിൽ മീസാൻ, നന്മയുടെയും തിന്മയുടെയും തുലാസ് ഇങ്ങനെ ഭാരം ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ദിക്ർ ആരാണ് അധികരിപ്പിച്ചത്? അവന്റെ തുലാസിന് ഭാരമുണ്ടാകുമെന്ന്, അവന്റെ നന്മയുടെ തുലാസിന് ഭാരം കൂടുതലായിരിക്കുമെന്ന് റസൂലുള്ളാഹി. സ്വലാത്തൊന്നും ശ്രമങ്ങൾ പോരല്ല, ഓർക്കുന്നുണ്ടോ? സഖീലതാനി ഫിൽ മീസാൻ, നമ്മുടെ തുലാസിൽ ഏറ്റവും ഭാരമുള്ളത്. വഹബീബതാനി ലിർറഹ്മാൻ, അല്ലാഹുവിന്
ചോദിക്കുമ്പോൾ ആരുടെ മീസാനിനാണ് ഭാരം കൂടുന്നത്, ആരുടെ നന്മയ്ക്കാണ് ഭാരം കൂടുന്നത്, ആർക്കാണ് സ്വൽസ്വഭാവമുള്ളത്, അവരുടെ ഭാരം തൂങ്ങുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തുലാസിലൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ നന്മയുടെ തുലാസിന് ഭാരം കൂടുതൽ നൽകുമാറാവട്ടെ. അവിടെ നമ്മൾക്ക് രക്ഷപ്പെടണം. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, കല്യാണം കഴിഞ്ഞ് അബൂ സലമ മരിച്ചു പോകുന്നുണ്ട്. ഉമ്മു സലമയുടെ ഭർത്താവായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു പോകുന്നുണ്ട്, വഫാത്താകുന്നുണ്ട്. ഈ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് വരുന്നത്. യാ ഉമ്മ സലമ, അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? പറഞ്ഞു, നബിയെ എങ്ങനെ കരയാതിരിക്കും, എന്റെ ഭർത്താവാണ് മരിച്ചു പോയത്. നമ്മളൊക്കെ മരിച്ചു പോയാൽ നമ്മുടെ ഭാര്യമാര് കരയുമോ? കരയോ? അത് മാത്രം നല്ല രീതിയിൽ നമ്മൾ പെരുമാറാറുണ്ടോ? നമ്മുടെ ഭാര്യമാര് സന്തോഷിക്കായിരിക്കും അല്ലേ? ഏതായാലും പഠിച്ചോനെ കഴിച്ചനായി എന്ന് പറഞ്ഞിട്ടൊരു പക്ഷേ സന്തോഷിക്കും. സ്വഭാവം നല്ല രീതിയിൽ പെരുമാറുമ്പോൾ ഇവർക്ക് ടെൻഷൻ ഉണ്ടാകും. നമ്മുടെ ഒരു നിമിഷം വേർപിരിയാൻ പോലും അവർക്ക് കഴിയില്ല. അത് നമ്മുടെ സ്വഭാവത്തിന്റെ വിശുദ്ധി പോലെയാണ്. ഏതായാലും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കരയാണ്. നബിയെ, ഞാൻ കരയുന്നത് എന്റെ ഭർത്താവിന്റെ വിയോഗത്തിലാണ്. കരയല്ല, ഞാൻ എനിക്കൊരു ദിക്റ് പറഞ്ഞു തരാം. നമ്മൾക്ക് ബിസിനസ്സിൽ ഡള്ള് സംഭവിക്കുകയാണ്, എക്കണോമിക്കൽ ക്രൈസിസ് വരികയാണ്, സാമ്പത്തിക തകർച്ച വരികയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും അപകടം വരികയാണ്, എന്തെങ്കിലും നഷ്ടം വരികയാണ്. ആ സമയത്ത് ആരാണ് ഈ ദിക്റ് ചൊല്ലുന്നത്, അവർക്ക് അല്ലാഹു ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു പകരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമ്മു സലമ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ അബൂ സലമയെക്കാളും നല്ലൊരു ഭർത്താവ് എനിക്ക് ലഭിക്കാനോ? എന്റെ ഭർത്താവിനേക്കാളും നല്ലൊരു ഭർത്താവ് ഇംപോസിബിൾ, അത് അസാധ്യമാണ്. ഏതായാലും അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ പറഞ്ഞു തന്ന ദിക്റ് ഞാൻ ചൊല്ലാൻ തുടങ്ങുന്നു. നിങ്ങളല്ലേ പറഞ്ഞു തന്നത്? എന്താണ് ആ ദിക്റ്? ഒരു അപകടം വരുമ്പോൾ മുഅ്മിനീങ്ങൾ എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എന്റെ മുസീബത്തിൽ എനിക്ക് വന്ന എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാൻ ക്ഷമിക്കുകയാണ്. അത് കാരണം എനിക്ക് നീ പ്രതിഫലം നൽകണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യണം. അപകടം വരുമ്പോൾ ബിസിനസ്സിൽ ബറക്കത്തില്ല, കച്ചവടത്തിൽ ലാഭമില്ല, മക്കൾ മരിച്ചുപോയി, അസുഖം വന്നു, എന്തെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയി, നമ്മൾ ചെല്ലണം ഈ ദിക്ർ. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി. അല്ലാഹുവേ, എനിക്ക് വന്ന ഈ മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുന്നു, അത് കാരണമായി എനിക്ക് പ്രതിഫലം നൽകണേ. വഖ്ലഫ് ലീ ഖൈറൻ മിൻഹാ വഅഖ്ലിഫ് അലയ്യ ഖൈറൻ മിൻഹാ. ഇതിനേക്കാളും നല്ല ഒരു പകരം എനിക്ക് നീ നൽകണേ അല്ലാഹ്. 3 പവന്റെ പാദസരമാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ ഈ ഒരു ദിക്ർ നമ്മൾ ചെല്ലുമ്പോൾ ആത്മാർത്ഥമായി ക്ഷമിച്ചിട്ട് ചെല്ലുമ്പോൾ അല്ലാഹു അതിന്റെ പകരം നൽകും. മക്കൾ മരിച്ചു പോയി, അല്ലെങ്കിൽ കച്ചവടം തകർന്നു പോയി, നമ്മൾ ചെല്ലേണ്ട ദിക്ർ അല്ലാഹുവേ, ഞാൻ ക്ഷമിക്കുകയാണ്, അത് കാരണമായി നീ എനിക്ക് പ്രതിഫലം നൽകണം. അതേപോലെ ഇതിനേക്കാളും സന്തോഷമുള്ള ഒന്ന് എനിക്ക് പകരം നൽകണേ എന്നുള്ള ദിക്ർ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉമ്മു സലമ ചോദിച്ച ചോദ്യമാണത്. നബിയേ, എന്റെ അബൂ സലമയേക്കാൾ നല്ല ഒരു ഭർത്താവ് എനിക്ക് ലഭിക്കാനോ? ഇല്ല. അങ്ങനെ ഏതായാലും ഹബീബ് പറഞ്ഞത് കൊണ്ട് പറയാൻ തുടങ്ങി. ദിവസങ്ങളായിട്ടില്ല, ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല. അബൂ സലമയെക്കാളും നല്ല, ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരാൾ ഉമ്മു സലമയെ കല്യാണം കഴിക്കുന്നുണ്ട്. അതാണ് ലോകത്തിന്റെ മുത്ത് റസൂലുള്ളാഹ്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഉമ്മു സലമയെ അല്ലാഹുവിന്റെ ഹബീബ് കല്യാണം കഴിക്കാൻ. നമ്മുടെ വിശ്വാസമല്ല. ഉമ്മു സലമ ചോദിക്കുന്നുണ്ട്, നബിയെ, ഒരു പെണ്ണിന് 2 ഭർത്താക്കന്മാരുണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഉണ്ടാവൂലേ? ഉണ്ടാവും. ഒരു പെണ്ണിന് 2 ഭർത്താവ് ഉണ്ടായിക്കൂടെ? ഒരേ സമയത്ത് ഉണ്ടാവൂല. ഒരു ഭർത്താവ് മരിച്ചുപോയി, രണ്ടാമതും കല്യാണം കഴിച്ചു.
25, 26, 30 താഴെയൊക്കെ വയസ്സുള്ള പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയാൽ രണ്ടാമത് കല്യാണം കഴിക്കാൻ താല്പര്യം കാണിക്കാറില്ല. അത് വളരെ അപകടമാണ്. രണ്ടാമത് കല്യാണം കഴിച്ചു കൊടുക്കണം. മനുഷ്യനല്ലേ, വികാരങ്ങൾ ഉണ്ടാവൂലേ? അവരായിട്ട് പറയൂലേ എനിക്ക് കല്യാണം കഴിക്കണമെന്ന്. അവരെന്താ പറയാ ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്നാണ്. എന്തേത്? നമ്മളെങ്ങാനും വേണമെന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കുക, ഞാനിങ്ങനെ പറഞ്ഞാൽ ഇവരെന്താ വിചാരിക്കുക, ഭർത്താവ് മരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, മരിക്കാൻ വേണ്ടി കാത്തു നിന്നതുപോലെ എന്നൊക്കെ വിചാരിച്ച് എന്റെ കുടുംബക്കാർ മോശം വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ പറയുന്നത് എനിക്ക് വേണ്ട, ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന്. ഇവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഇൻ കേസ് ഞാനങ്ങനെ പറയുമ്പോ എന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ ഉപ്പ എന്താ വിചാരിക്കുക, മരിച്ചുപോയ ഭർത്താവിന്റെ ഉമ്മ എന്താ വിചാരിക്കുക? അതുകൊണ്ട് ഇവർ നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ പറയാം. അങ്ങനെ 25 വയസ്സ് മുതൽ മരണം വരെ കല്യാണം കഴിക്കാതെ വിധവയായി ജീവിക്കുക, അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമാണോ? നമ്മളൊക്കെ ഈ കാര്യത്തിൽ മൂക്കയെടുത്തിട്ട് അവർക്കൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കണം രണ്ടാമതൊരാള്, അല്ലേ? സംഭവം അങ്ങനെയാണ്. ഇവർ വേണ്ട എന്ന് പറയുന്നത് മനസ്സിൽ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പിന്നെ ഏതോ വയസ്സായ 60-കാരനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവൂല. നല്ലൊരു ഭർത്താവിനെ നോക്കി കല്യാണം